Hi all. In this session we are going to discuss about new theorem, that is Chinese remainder theorem. This Chinese remainder theorem is very much helpful for encryption process and all. So in the encryption mainly we are using this theorem in RSA algorithm. So let's discuss about Chinese remainder theorem. It is actually used to solve a set of congruent equation. So we know what is a congruent equation and all, which is in the form, and we have another. Let us consider a set of congruent equation. Okay. Next, again, I am considering x1 is congruent to a2 mod m2. So this is another congruent equation. Let's consider another one also. X1 is congruent to A3 mod M3. Okay, so you can see here the left hand side of this congruent equation is equal. That means all the variables are equal. That means whereas in the right hand side A1, A2, A3, these three are different, whereas M1, M2, M3 is also different. ഓക്കെ, അപ്പോൾ ചൈനീസ് റിമൈൻഡർ തിയറം ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് കോൺഗ്രുവൻ്റ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ x1നെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ A1 മോഡ് M1 ചെയ്യുമ്പോൾ എനിക്കൊരു നമ്പർ, അതായത് ഒരു വാല്യൂ ഒരു x1 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നതാണ്. സപ്പോസ് നമുക്ക് ഇത്രയും സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, കോൺഗ്രുവൻ്റ് ഇക്വേഷൻസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതൊക്കെ ഇക്വേഷനിനകത്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സെയിം ആൾ തന്നെ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ഒരു 4 സ്റ്റെപ്സ് ആണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ മൊത്തത്തിൽ നടത്തുന്നത്. 4 സ്റ്റെപ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും എന്താണെന്ന് പറയാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് വായിക്കാം. സോ ചൈനീസ് റിമൈൻഡർ തിയറം ഈസ് യൂസ്ഡ് ടു സോൾവ് എ സെറ്റ് ഓഫ് കോൺഗ്രുവൻ്റ് ഇക്വേഷൻ വിത്ത് വൺ വേരിയബിൾ, ബട്ട് എന്തായിരിക്കും, ഡിഫറെൻറ്റ് മോഡുലസ് ആയിരിക്കും, ഡിഫറെൻറ്റ് മോഡുലേ ആയിരിക്കും. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നത്, നമ്മൾ മോഡ് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതായത് M1, M2, M3 എക്സെട്ര അപ് ടു MK എന്ന് പറയുന്നത് എന്തായിരിക്കണം, റിലേറ്റീവ് പ്രൈം ആയിരിക്കണം. റിലേറ്റീവ് പ്രൈം അല്ലെങ്കിൽ കോ പ്രൈം. ദാറ്റ് മീൻസ് GCD ഓഫ് M1, M2 ഏതിൻ്റെ GCD എടുത്താലും എനിക്ക് എന്ത് കിട്ടണം, 1 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഈ പറയുന്നത് പോലെ ചൈനീസ് റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ സോ ലെറ്റ് ഇത് പ്ലീസ് റീറൈറ്റ് ദിസ് ആസ് M1, M2 എക്സെട്ര അപ് ടു MK, ബിക്കോസ് ഞാൻ അങ്ങോട്ടേക്ക് താഴേക്കും M1 എന്നാണ് ഇക്വേഷൻ എല്ലാം എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ് M1, M2 എക്സെട്ര അപ് ടു MK ബി പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വെൻ യു ആർ കൺസിഡറിങ് GCD ഓഫ് M1, M2 ഇറ്റ് ഷുഡ് ബി 1. വെൻ യു ആർ കൺസിഡറിങ് GCD ഓഫ് M2, M3 ഇറ്റ് ഷുഡ് ബി 1. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക് നമ്മുടെ മോഡുലായി എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലസ് ഓഫ് M1, മോഡുലസ് ഓഫ് M2, മോഡുലസ് ഓഫ് M3 എടുത്താലും GCD എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ if A1, A2 etc. up to AK are any integers, then there exists a unique integer x modulo ഉണ്ടായിരിക്കും. M is equal to, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് കോൺഗ്രുവൻ്റ്, ഈ പറയുന്ന ചൈനീസ് റിമൈൻഡർ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇങ്ങനെയുള്ള ഒരു ഫോം ഓഫ് ഇക്വേഷൻസ് ഉണ്ട് എങ്കിൽ, ഇത്തരത്തിലുള്ളൊരു ഫോം ഓഫ് ഇക്വേഷൻസ്, സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട് എങ്കിൽ അതിനകത്ത് എന്ത് പറയണം, A1, A2 എക്സെട്ര അപ് ടു AK ആർ സം കൈൻഡ് ഓഫ് എൻ ഇൻറ്റിജേഴ്സ്, whereas M1, M2, എക്സെട്ര അപ് ടു MK ആർ ഇൻറ്റിജേഴ്സ്, ബട്ട് ഇറ്റ് ഷുഡ് ബി റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. So that I can easily find out the value of x. First step is you have to calculate the capital M. ആദ്യത്തെ സ്റ്റെപ്പാണ് ക്യാപിറ്റൽ M കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ക്യാപിറ്റൽ M കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ m മൾട്ടിപ്ലൈഡ് വിത്ത് സ്മോൾ m2 മൾട്ടിപ്ലൈഡ് വിത്ത്
small m3 etc. multiplied with small mk. ഇതായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ലെറ്റർ എം, ദാറ്റ് മീൻസ് കോമൺ മോഡുലസ് എന്ന് പറയും. കോമൺ മോഡുലസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് all individual small m1s, that means small mi's. mi കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ, അതായത് ക്യാപിറ്റൽ ലെറ്റർ m1 കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ ലെറ്റർ m2 we have to find out, etc. up to ക്യാപിറ്റൽ ലെറ്റർ mk. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് വേറൊന്നുമല്ല, m1 can be find out by dividing m by m1. m by m1 ആണ് ക്യാപിറ്റൽ ലെറ്റർ m1. ഇത് സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് m2 കണ്ടുപിടിക്കുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ക്യാപിറ്റൽ ലെറ്റർ m ഡിവൈഡഡ് ബൈ m2. ആൻഡ് m3 കണ്ടുപിടിക്കുന്നത് എക്സെട്ര ലൈക്വൈസ് അങ്ങനെ പോകും. ക്യാപിറ്റൽ ലെറ്റർ m ഡിവൈഡ് ബൈ m3 എക്സെട്ര അപ് ടു ക്യാപിറ്റൽ ലെറ്റർ m ഡിവൈഡ് ബൈ mk. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എം കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് m1 m2 ഇൻഡിവിജ്വൽ m1 m2 എക്സെട്ര അപ് ടു mk കണ്ടുപിടിക്കാം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ we have to find out the multiplicative inverse of this m1, capital letter m1, capital letter m2 etc. up to mk. So what is the third step? Third step is to find out the multiplicative inverse of what? That means m1 inverse we have to find out, m2 inverse we have to find out, m3 inverse etc. up to mk inverse with respect to ആരുടെ? with respect to ഈ small letter m1, small letter m2, small letter m3 etc. up to small letter mk. ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റ് by calculating all these contents, that means by calculating capital M, by calculating m1 m2 etc. up to mk, and finally m inverse, m2 inverse etc. that means mk inverse etc. last step is to find out the value of x. x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. യൂസിങ് ദ ഇക്വേഷൻ വി നോ വാട്ട് ഈസ് a1 ഫ്രം ദ ഇക്വേഷൻ. ഞാനിതൊന്ന് വാക്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം എക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് a1 ഇൻറ്റു, അതായത് ആദ്യത്തെ ഇക്വേഷൻ്റെ ഈ a1 ഇൻറ്റു ഈ m1ൻ്റെ, അതായത് ഇതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ m1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. m1 ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ക്യാപിറ്റൽ m ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ m വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു ആ m1ൻ്റെ ഇൻവേഴ്സ് തീർന്നില്ല, പ്ലസ് നെക്സ്റ്റ് കറസ്പോണ്ടിങ് a2 ഇൻറ്റു capital letter m2 into m2 inverse plus etc. up to ak into mk into mk inverse. ഇത് ഇത്രയും സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? മോഡ് ക്യാപിറ്റൽ ലെറ്റർ എം ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ ആര് കിട്ടുന്നത്? ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ചൈനീസ് റിമൈൻഡർ തിയറത്തിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ലെറ്റ് us consider an example like we need a set of congruent equation, right? The question is that is x is equal to 2 mod 3, then x is equal to 3 mod 5, x is equal to 2 mod 7. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So what is our first step? Our first step is to calculate capital letter M. Capital letter M. Capital letter M is nothing but M1 into M2 into M3. ഇവിടെ ഏതൊക്കെയാണ് M1? ഇതാണ് നമ്മുടെ, that means ഇവിടെ ഞാൻ എഴുതുവാണ് M1 equal to 3 ആണ്, m2 is equal to 5 ആണ്, നെക്സ്റ്റ്
3 ഈസ് ഈക്വൽ ടു 7 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ എം ഈസ് നത്തിങ് ബട്ട് M1 ഇൻറ്റു M2 ഇൻറ്റു M3 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 ഇൻറ്റു 7. That means 35 into 3 which is nothing but 105. കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 2 എന്താണ്? We have to calculate M1, M2 and M3 calculate ചെയ്യണം. So M1 എങ്ങനെയാണ്? What is the equation? Capital letter M divided by small letter M1 which is equal to എന്താണ് capital letter M? ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് 3 ഇൻറ്റു ഇങ്ങനെ എഴുതാം, 3 ഇൻറ്റു 5 ഇൻറ്റു 7 ദാറ്റ് മീൻസ് 105 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? 3 ആണ്. സോ 3യും 3യും പോയി. അപ്പോൾ എത്ര കിട്ടി? 35. ഓക്കെ, M1 കിട്ടി. നെക്സ്റ്റ് M2. M2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ഡിവൈഡഡ് ബൈ M2 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 5. 5 പോയി which is equal to 21. Then M3 എങ്ങനെയാണ്? M divided by M3 is equal to 3 into 5 into 7 divided by 7 is equal to 15. ഇതിന് രണ്ടും പോയി 15 കിട്ടും. സോ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദി M ഇൻവേഴ്സ്. ദാറ്റ് മീൻസ് M1 ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി M1 ഇൻവേഴ്സ് ഒരു നമ്പറിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 2 റൂൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു തന്നു. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അതായത് മോഡ് കഴിഞ്ഞിട്ടുള്ളത് പ്രൈം ആണോ എന്ന് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മോഡ് കഴിഞ്ഞിട്ടുള്ളതും അതായത് Nഉം Aയും എന്തായിരിക്കണം? ആ വീഡിയോ പോയിന്ന് കാണണം. കാണാത്തവർ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? കോപ്രൈം ആണോ എന്ന് നോക്കണം. ഇത് 2 കേസസ് ആണ് നമ്മളവിടെ പറയുന്നത്. ഒന്ന് കോപ്രൈമിൻ്റെ കേസും ഒന്ന് മോഡ് കഴിഞ്ഞിട്ടുള്ളത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നും വെച്ചിട്ടാണ് നമ്മൾ 2 റൂൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമ്മൾ ഇൻവേഴ്സ് കാണാനായിട്ട് എന്താ ചെയ്യുന്നത്? M1ൻ്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ M1ൻ്റെ ഇൻവേഴ്സ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? M1 ഇൻറ്റു ഓക്കെ, എനിക്ക് M1ൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് അറിയത്തില്ല. M1ൻ്റെ ഇൻവേഴ്സ് അറിയത്തില്ല. മോഡ് 3 വിത്ത് റെസ്പെക്ട് ടു M1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് M1 ഇൻവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു M1. അപ്പോൾ സ്മോൾ ലെറ്റർ M1 എന്താണ്? സ്മോൾ ലെറ്റർ M1 എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ മോഡ് 3 റെസ്പെക്റ്റ്, അത് വിത്ത് റെസ്പെക്ട് ടു മോഡ് 3 ആണ് എനിക്ക് M1 ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ M1 എന്താണ്? നമുക്ക് M1 അറിയാം. M1 എന്താണ്? M1 is nothing but 35. So 35 into M1 ഇൻവേഴ്സ് മോഡ് 3 ചെയ്യുമ്പോൾ എത്ര ആയിരിക്കണം നമ്മുടെ റിമൈൻഡർ കിട്ടേണ്ടത്? 1 ആയിരിക്കണം റിമൈൻഡർ കിട്ടേണ്ടത്. അതാണ് നമ്മൾ റൂളിൽ പഠിച്ചത്. ഓക്കെ, റൂളിൽ പഠിച്ചത് ഇതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 35 ഇൻറ്റു M1, സോറി ഇത് M1 ഇൻവേഴ്സ് ആണ്. M1 ഇൻവേഴ്സ് മോഡ് 3 ഈക്വൽ ടു 1. അപ്പം ഏത് നമ്പർ 35ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എനിക്ക് 1 എന്ന് പറയുന്നത് റിമൈൻഡർ കിട്ടും. എന്താ കിട്ടുന്നത്? സോ നമുക്ക് നോക്കാം. 35ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് 3യുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 1 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. M ഇൻവേഴ്സിന് ഫസ്റ്റ് എന്ത് ചെയ്യണം? 1 ഇട്ട് ചെക്ക് ചെയ്യണം. ലെറ്റ് M ഇൻവേഴ്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടില്ല. നമുക്ക് 2 നോക്കാം. അപ്പോൾ 35 ഇൻറ്റു 2 എത്രയാണ്? 35 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 70 ആണല്ലേ. അപ്പോൾ 70നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എന്താണ് കിട്ടുന്നത്? റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് 35 ഇൻറ്റു 2 ആണ്. അപ്പോൾ M ഇൻവേഴ്സ് എന്താണ്? M1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് M1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് M2 ഇൻവേഴ്സ് കാണണം. M2 ഇൻവേഴ്സ് കാണാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? M2 ഇൻവേഴ്സ് കാണാനായിട്ട് M2 എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? M2 ഇൻറ്റു M2 ഇൻവേഴ്സ്
എന്ത് ചെയ്യണം? മോഡ് m2 ആണ്, സ്മോൾ ലെറ്റർ m2 ആണ്. സ്മോൾ ലെറ്റർ m2 എന്താണ്? ഇവിടെ 5 ആണ്. സോ മോഡ് 5. ഇവിടെ m2 നമുക്ക് എത്രയാണ്? m2 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 21. സോ 21ൻ്റെ കൂടെ നമ്മൾ ഒരു m2 ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ മോഡ് 5, അതായത് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എനിക്ക് എത്ര റിമൈൻഡർ കിട്ടണം? 1 കിട്ടണം. അപ്പോൾ അതേതാണ്? 1 ആണല്ലേ. അതായത് m2 ഇൻവേഴ്സിന് 1 കൊടുത്താലല്ലേ 21 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എനിക്ക് 1 റിമൈൻഡർ കിട്ടുള്ളൂ. സോ m2 ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് 21 ഇൻറ്റു 1 മോഡ് 5 ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 21 മോഡ് 5 ഈസ് നത്തിങ് ബട്ട് 1 തന്നെ നമുക്ക് കിട്ടും. സോ m2 ഇൻവേഴ്സ് നമുക്ക് എന്താ കിട്ടിയത്? m2 ഇൻവേഴ്സ് ഇതങ്ങനെ മായ്ക്കുവാണ്. സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ മായ്ക്കുന്നത്, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല എനിക്ക്. ഓക്കെ, സോ നമ്മുടെ m2 ഇൻവേഴ്സ് ഇവിടുത്തെ സ്റ്റെപ്പ് എഴുതിയേക്കാം. 21 ഇൻറ്റു m2 ഇൻവേഴ്സ് മോഡ് 5 ഈസ് ഈക്വൽ ടു 1. സോ m2 ഇൻവേഴ്സ് ഈസ് നത്തിങ് ബട്ട് 1 എന്ന് എനിക്ക് കിട്ടി. 1. ഓക്കെ, നെക്സ്റ്റ് m3 ഇൻവേഴ്സ് കാണണം. m3 ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മുടേത്? m3 ഇൻറ്റു m3 ഇൻവേഴ്സ് മോഡ് ഏതാണ്? 7 ആണ്. m3 സ്മോൾ ലെറ്റർ m3യുടെ വാല്യൂ 7 ആണ്. 7. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന m3 എത്രയാണ്? 15 ആണ്. സോ 15 ഇൻറ്റു m3 ഇൻവേഴ്സ് മോഡ് 7 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടേണ്ടത്? 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 15ൻ്റെ കൂടെ ഞാൻ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? ഡെഫിനറ്റ്ലി 15ൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് 15 ഡിവൈഡഡ് ബൈ 7 അത് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. സോ m3 ഇൻവേഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ m1 ഇൻവേഴ്സ് 2, m2 ഇൻവേഴ്സ് 1, m3 ഇൻവേഴ്സ് 1 ആയിരിക്കും. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാം? ആരെ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും? സ്മോൾ ലെറ്റർ എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് എന്താണ് നമ്മുടെ ഇക്വേഷൻ? a1 ഇൻറ്റു m1 ഇൻറ്റു m1 ഇൻവേഴ്സ് പ്ലസ് a2 ഇൻറ്റു m2 ഇൻറ്റു m2 ഇൻവേഴ്സ് പ്ലസ് a3 ഇൻറ്റു m3 ഇൻറ്റു m3 ഇൻവേഴ്സ്. m3 ഇൻവേഴ്സ്. തീർന്നോ? ഇല്ല. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മോഡ് ക്യാപിറ്റൽ ലെറ്റർ m ചെയ്യണം. സോ വിച്ച് ഈസ് നത്തിങ് വാട്ട് ഈസ് a1? നമുക്കിവിടെ a1 നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട്, നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ ഉണ്ട് 2. സോ 2 ഇൻറ്റു m1 എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 35. 35 ഇൻറ്റു m1 ഇൻവേഴ്സ് എത്രയാണ്? 2 പ്ലസ് a2 എത്രയാണ്? a2 3. 3 ഇൻറ്റു m2 is 21 into m2 inverse is 1 plus a3 is 2. 2 is a3. Sorry, a3 is 2. 2 into what is m3? m3 is 15 into what is m3 inverse? 1. This എന്താണ്? മോഡ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ m is 105. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 233. ഈ കാൽക്കുലേഷൻ ഇതാണ്. 233 മോഡ് 105 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും? നമുക്ക് കിട്ടുന്നത് 23 ആയിരിക്കും. അതായത് 23 എക്സിൻ്റെ വാല്യൂ 23 വരുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും നമുക്ക് നോക്കാം. അതായത് എക്സിന് 23 ഇട്ട് നോക്കാം. എക്സിന് നമുക്ക് 23 ഇട്ട് നോക്കാം. 23 അതായത് 23 ഈസ് ഈക്വൽ ടു 2 മോഡ് 3 എന്നല്ലേ പറയുക. അതായത് എന്ത് ചെയ്യുക? 23. ഇപ്പം നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, കോൺഗ്രുവൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം കോൺഗ്രുവൻ്റ് ആയിരുന്നു, വിട്ടുപോയതാ. അപ്പോൾ 23 - 2 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം?
0 കിട്ടണം എന്നാണ്. അപ്പോൾ 23 മൈനസ് 2 എത്രയാണ്? 21. 21/3 എന്ന് പറയുമ്പോൾ 7 ആണ്. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. റിമൈൻഡർ 0 ആണ്. ഇത് 7 കിട്ടി, 0 ആണ്. നെക്സ്റ്റ് അടുത്ത എക്സിന് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തേ, അതായത് 23 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 5 ആണോ എന്ന് ചെക്ക് ചെയ്തേ. അപ്പോൾ എന്താണ്? 23 മൈനസ് 3 ഡിവൈഡഡ് ബൈ 5 എന്ത് കിട്ടണം? ഡിവൈഡഡ് ബൈ 5 ഇൻ ദ സെൻസ് mod 5 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ mod 5 എന്ത് കിട്ടണം? റിമൈൻഡർ 0 കിട്ടണം. അപ്പോൾ 23 മൈനസ് 3 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അടുത്ത അതുപോലെ 23 മൈനസ് 2 mod ഡിവൈഡഡ് ബൈ mod 7 ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ 7 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിമൈൻഡർ കിട്ടും? 0 റിമൈൻഡർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഓക്കെയാണ്. അതായത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ഒരു സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചൈനീസ് തിയറം സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ചെക്ക് ഈസ്, യു ഹാവ് ടു ചെക്ക് ഗിവൺ M1 M2 എക്സെട്ര അപ് ടു MK ആർ കോപ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 3ഉം 5ഉം 7ഉം എല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചൈനീസ് റിമൈൻഡർ തിയറം. ഓക്കെ, താങ്ക് യു ഓൾ.